വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഇവിടെ തുടങ്ങുന്നത്. ഞങ്ങൾ വണ്ടർലയ്ക്ക് പോവാണ്. ആസ് യൂഷ്വൽ സവിതയിൽ കയറിയിട്ട് ഞാൻ 3 പൂരി കഴിച്ചു. 2 പൂരിയാണ് പൊതുവേ കഴിക്കാറ്. 3 പൂരി കഴിച്ചാൽ എനിക്ക് വിശക്കാതിരിക്കാനാണ്. ബാക്കിയുള്ളവരെല്ലാം പൊറോട്ടയാണ് കഴിച്ചത്. ദെൻ നമ്മൾ വണ്ടർലയുടെ വെളിയിൽ നിന്നാണ് ഡ്രസ്സൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടൊക്കെയാണ് എടുത്തത്. ഞാനും അവളും സെയിം ആയിട്ട്. പിന്നെ അവരുടെ കയ്യിൽ ടീഷർട്ട് ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. ദെൻ സൺസ്ക്രീനാണ് ആ 2 പേരും മുഖത്ത് വാരി തേച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നല്ല വെയിലാണല്ലോ, ഭയങ്കര വെയിലാണ്. നല്ല വെയിലെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര കഠിനമായ വെയിലായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ഒരു 11 മണി ആ ഒരു സമയത്തൊക്കെയാണ് അത് ഓപ്പൺ ആവുന്നത്. ദെൻ നമ്മൾ ഉള്ളിൽ കയറി പാസ്സൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ അണ്ടർ വാട്ടറിൽ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അതിൻ്റെ പേരൊന്നും അറിയില്ല. ഈ റൈഡിൽ നമ്മൾ കയറിയിട്ടോ ചത്ത്. ഞാൻ എന്നെ ഒന്ന് ഇറക്കി വിടോ എന്ന് പറഞ്ഞിട്ട് പോലും അവരാരും ഇറക്കി വിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കണ്ണടച്ച് ചത്ത്. ഞാൻ ജസ്റ്റ് കുഞ്ഞാവയുടെ ഇത് കാരണം ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴേ ആകാശത്ത് തിരിഞ്ഞ് നിൽക്കുക. എൻ്റെ അമ്മയെ ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ ആ ഒരു ഫ്ലൈറ്റ്. ഈ ആനക്കുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ബാക്കി എൻ്റെ കൂടെ വന്നവരൊക്കെ ഈ ആനക്കുട്ടനെ കണ്ടോ എന്നുള്ളത്. അവരെല്ലാവരും ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി അതിലേതിൽ കയറണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്നത് തന്നെ ഒരു വലിയ അഡ്വഞ്ചർ ആയിരുന്നു. സോ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടോ. ശരിക്കും ഞാൻ അവർ കയറിയ ഒരു റൈഡിൽ ഞാൻ കയറി പോലുമില്ല. ഈ കാർ ആക്ച്വലി അടിപൊളിയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ എൻ്റെ മണ്ടയ്ക്ക് വന്ന് എന്നെ ഇടിച്ചിടുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് 5D എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഉള്ളപ്പോൾ. ചില സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും വൈബ് ചെയ്യാൻ ഉണ്ടാവില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് നമ്മളെ വൈബാക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ 4 പേരും എവിടെ പോയാലും അവിടെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചുമൊക്കെ നമ്മൾ അവിടെ ആ ഒരു സ്ഥലം നമ്മൾ ഭയങ്കര മെമ്മറബിൾ ആക്കും. സോ അതിനുള്ളൊരു കഴിവ് നമുക്ക് 4 പേർക്ക് ഉള്ളതുകൊണ്ട് നമുക്കത് ബോറടിച്ചില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ഇട്ട് പേറ്റണ പോലെ ഇതിൽ കയറിയിട്ട് ഇതിൻ്റെ ബെൽറ്റെല്ലാം കൂടി ഊരിപ്പോയി. ഞാനും കുഞ്ഞാവ ശരിക്കും പേടിച്ചു എന്നുള്ളതാണ്. കുഞ്ഞിപ്പെണ്ണാണെ പറയാൻ വേണ്ട. എനിക്ക് ആക്ച്വലി അവളുടെ എക്സ്പ്രഷൻ കാണാൻ പറ്റിയില്ല, പക്ഷേ അവൾ നന്നായി പേടിച്ചു എന്ന് എനിക്ക് സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ അതിലും പേടിച്ചു കേട്ടോ. ഈ സാധനത്തിൽ ഞാൻ എൻ്റെ ജന്മം ഉണ്ടെങ്കിൽ ഞാൻ കയറത്തില്ല. ഇതിൽ കയറിയ പിള്ളേരാണ് കൂടുതലും കേട്ടോ. വാട്ടർ റൈഡാണ് എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളൊരു 6 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോകാനുള്ള തിരക്കിലാണ്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ അതൊന്നും നമ്മൾ നിന്നില്ല. ആകെ നമ്മൾ ആ ചോക്ലേറ്റ് ഡിപ്ഡ് ആയിട്ടുള്ള സ്ട്രോബെറി അതാണ് വാങ്ങിച്ചത്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അടിപൊളിയായിരുന്നു.